നമ്മുടെ വാവ സുരേഷ് ഉണ്ടല്ലോ, അതുപോലെ എന്നെയും പണ്ട് പാമ്പ് സുരേഷ് എന്ന ഒരു പേരുണ്ടായിരുന്നു എനിക്ക്. ചെന്നൈയിൽ ഒരിക്കൽ നമ്മൾ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചെന്റെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അപ്പുറത്തെ വീട്ടിൽ ഭയങ്കര കറവടും ഇതൊക്കെ. അപ്പൊ എന്താ സംഭവം നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു പാമ്പ് നിൽക്കുന്നുണ്ട്, അതിനെ പേടിച്ചോണ്ടിരിക്കുക എന്നുള്ളത്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ട് എനിക്ക് അടുപ്പമല്ല, വളയ്ക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പറ്റിയ ചാൻസ് ആണല്ലോ, ഹീറോയിസം കാണിക്കാൻ പറ്റിയ ചാൻസ് ആണല്ലോ. അപ്പൊ അവള് മുകളിൽ ബാൽക്കണി നിൽപ്പുണ്ട്. അപ്പൊ എന്ത് പാമ്പാന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ആൾക്കാരെ മാറ്റിയിട്ട് നേരെ പോയി പാമ്പിന്റെ വാലിൽ ഇത്രയും ഭാഗം മാത്രം പുറത്തുള്ളൂ, ബാക്കി അത് ഹോളിന്റെ അകത്ത് കയറി ഏതാ ഐറ്റം എന്താ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഇത്രയും ആൾക്കാർ മാറി നിൽക്കുകയാണേ. ഞാൻ നേരെ അടുത്ത് പോയി ഇതിനെ തമ്പി പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരെ അകത്ത് കയറുന്നു, വാലിൽ പിടിച്ചാദ്യം പിടിച്ചു നോക്കിയപ്പോ മറ്റേ കക്ഷി മുകളിൽ നിൽപ്പുണ്ട്. ഓക്കെ, ചാൻസ് തന്നെ സംഭവം. ഇത് പിടിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് നമ്മുടെ കൈൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പൊ പിടിച്ചും പോയി വിടാനും പറ്റത്തില്ല, ഇത്രയും ആൾക്കാരെ നോക്കി നിൽക്കുക. വലിക്കുന്നു ഈ സാധനം പുറത്തു വരുന്നില്ല. കുറെ വലിക്കുമ്പോ കുറച്ച് പുറത്ത് വരും. വന്ന് ഇത്രയും ദൂരം പുറത്തു വന്നു, അപ്പോഴും അതിന്റെ തല പുറത്തു വരുന്നില്ല. ഇതിങ്ങനെ കിടക്കുക, നീണ്ടു കിടക്കുക. അങ്ങനെ അവസാനം ആകുമ്പോഴത്തേക്ക് വേറെ നിവൃത്തിയില്ല, ഇനി വിട്ടിട്ട് മാറാൻ പറ്റത്തില്ല. പിടിച്ച് വലിക്കുക എന്താ വെച്ചാൽ നേരെ പിടിച്ച് ഒറ്റ വലി വലിച്ചപ്പോഴത്തേക്കും ഇപ്പൊ നേരെ ഇങ്ങനെ ഒരു വരവായിരുന്നു. ഭാഗ്യത്തിന് അവിടെ തൊട്ടപ്പുറത്തൊരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ആക്ച്വലി പാമ്പുകളെ നമ്മൾ വാലിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ സ്പൈൻ അപ്പൊ പിന്നെ അവിടെ കിടക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എവിടെയായിട്ട് കളിക്കാതെ കിടപ്പുണ്ട്. നേരെ ഇതിന് നല്ല നീളമുണ്ടല്ലോ, ഇങ്ങനെ വരിക കറക്കി നേരെ ഈ തെങ്ങില് ഒരു ഒറ്റ അടി അവിടെ ചുരുണ്ടത് കിടന്ന് ആൾക്കാരെല്ലാം ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ ഇവിടെ ഇംപ്രസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൈ തന്നെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ ബൈക്ക് കയറി ഞാൻ പോയി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ ശേഷം എന്റെ വീട്ടിലേക്ക് 2 പേര് വരുന്നു. അപ്പൊ ബെല്ലടിക്കുന്നു, അമ്മ പുറത്തു വരുന്നു. സുരേഷ് തമ്പി ഉണ്ടോ? എന്താ കാര്യം? ഇല്ല, അപ്പുറത്തൊരു പാമ്പുണ്ടെന്ന്. അവിടെ ആ പരിസരത്ത് എവിടെ പാമ്പുണ്ടെങ്കിലും അങ്ങനെ പാമ്പ് സുരേഷ് പേരും. നമസ്കാരം. അപ്പൊ ഇത് കുറച്ചു മുമ്പ് കാണാനിടയായ വീഡിയോ ആണ്, ഒരു തമാശയാണ്. നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ പുള്ളിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞതാണ്. ചിരിക്കാൻ വേണ്ടി ഉണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം, അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് പറഞ്ഞതിലുള്ള കോമഡിയൊക്കെ നമ്മൾ ആസ്വദിച്ചു, അത് കൊള്ളാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയണമെന്ന് തോന്നുന്നൊരു കാര്യം, അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് കോമഡി അല്ല, അത് ഒരു ട്രാജഡി സ്റ്റോറിയാണ്. അത് ആൾക്കാരെ അറിഞ്ഞിരിക്കണം. കാര്യം ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ പാമ്പുകളെ പിടിച്ചിട്ട് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പൈൻ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത് ആൾക്കാരതിൻ്റെ ലാഘവത്തോടെ എടുക്കരുത്. ഇപ്പോൾ വാവാ സുരേഷിൻ്റെ കാര്യം പറഞ്ഞു. വാവാ സുരേഷ് എത്ര കെയറിങ് ആയിട്ടാണ് ആ സംഭവം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്നിട്ടും വാവാ സുരേഷിന് പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വാവാ സുരേഷിന് ആംപ്യൂട്ടേഷനൊക്കെ വന്നിട്ടുണ്ട്, കൈ വിരലൊക്കെ മുറിച്ച് കിടന്ന അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ വാവാ സുരേഷ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇത് പാമ്പുകളുമായിട്ട് കളിക്കുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഏത് ശക്തിയുമായിട്ടാണ് കളിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഒരു കഥയാണ്, ഒരുപാട് മുമ്പുള്ള കഥയാണ്, നമ്മളുടെ കുടുംബത്തിൽ നടന്നൊരു കഥയാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകന്ന ബന്ധുവിൻ്റെ ഒരു അകന്ന ബന്ധുവിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരുപാട് നാൾ, ഒരു 10-80 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ബന്ധുവിൻ്റെ ഒരു ബന്ധു, അവരുടെ നാട്ടിൽ വലിയ പ്രമാണിയൊക്കെ ആയിരുന്നു പുള്ളി. അപ്പോൾ വലിയ പ്രമാണിയൊക്കെ ആയിരുന്നു എൻ്റെ പേരിൽ. അപ്പോൾ അന്ധകാലം ഒക്കെ ആയിരുന്നു കൊണ്ടിട്ട് ആൾക്കാർ കുറച്ച് ഇതാണല്ലോ, കുറച്ച് പ്രമാണിത്വം കൂടുതലുള്ള കാലഘട്ടങ്ങളും ആ സമയത്തുള്ള മനുഷ്യരുമൊക്കെ ആണല്ലോ. അപ്പോൾ പുള്ളിയുടെ ആയിട്ടുള്ള ചെറിയ തോന്നിയവാസങ്ങളും അഹമ്മദിയൊക്കെ ഉണ്ട് ചെറിയ പുള്ളി. അപ്പോൾ ഇങ്ങനെ മദ്യപിക്കുകയും ഒരു പ്രമാണി സ്റ്റൈലിലൊക്കെ ജീവിക്കുന്ന മനുഷ്യനൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി കള്ള് ഷാപ്പിൽ നിന്നൊക്കെ പോയിട്ട് നന്നായിട്ട് മദ്യപിച്ച് പുള്ളി വരുവാണ്. അപ്പോൾ പുള്ളി രാത്രി ഇരുട്ടൊക്കെയാണ്, അന്ധകാലമാണല്ലോ. അപ്പോൾ പുള്ളി ഒരു ഷോർട്ട് കട്ട് എടുത്ത് ഒരു ചെറിയ കുറ്റിക്കാട്ടിലൂടെ ഇങ്ങനെ വരുവാണ്, ചൂട്ടൊക്കെ കത്തിച്ച് ഇങ്ങനെ വരുവാണ്. അപ്പോൾ അവിടെ ഒരു നാഗത്തറയുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു സംഭ്രമം ഉണ്ടായി വയറ്റിൽ, ഒരു മലസംഭ്രമം. അങ്ങനെ പുള്ളി നോക്കിയപ്പോൾ അത് കുറ്റിക്കാടാണല്ലോ അവിടെ. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ആ നാഗത്തറ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ. പുള്ളി അതിൻ്റെ പൊക്കത്ത് കയറിയതുകൊണ്ട് കാര്യം സാധിച്ചു, തൂറി സോറി പക്ഷെ പുള്ളി തൂറി. അപ്പോൾ അവിടെ കുറേ നാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ കുറച്ച് നാഗങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്താണ് വന്ന് ഈ മെക്കാനസ് ഗോൾഡ് വന്ന് വീണത്. അങ്ങനെ പുള്ളിയുടെ കാര്യമൊക്കെ സാധിച്ച് പുള്ളി പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം
ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ മേത്താകമാനം ഈ പാമ്പ് പടലം പോലെ ഇങ്ങനെ വന്ന് കളറൊക്കെ മാറി. ക്രമേണ പുള്ളിയുടെ മുടി ഒഴിയാൻ തുടങ്ങി, പല്ലുകൾ പൊടിയാൻ തുടങ്ങി, കൈ വിരലുകൾ ഇതിങ്ങനെ ആവാൻ തുടങ്ങി, ഒരു കുറി കുഷ്ഠം വന്ന പോലെ ആവാൻ തുടങ്ങി. അങ്ങനെ പതിയെ പുള്ളിക്കൊരു പ്രത്യേകതരം രോഗം ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വലിയ പ്രശ്നമായി. വീട്ടുകാർ കൊണ്ടുപോയി കാണിച്ച് പല സ്ഥലങ്ങളിലും പല വൈദ്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി, പലതും ചെയ്ത് പല മരുന്നുകളും പ്രയോഗിച്ച് നടക്കുന്നില്ല. അങ്ങനെ നടക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതൊരു ശാസ്ത്രത്തിനും കൂടി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ, ഒരു ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മുടെ ഡെഡ് എൻഡ് എത്തുമ്പോഴാണല്ലോ നമ്മൾ പല പല അഭിപ്രായങ്ങൾ തേടും, പല ആൾക്കാരെ അഭിപ്രായങ്ങൾ കൊണ്ടുവരും. അപ്പം അങ്ങനെ കുറച്ച് പേര് ഒരു സംശയമായി ഡൗട്ട്ഫുള്ളായി ചിലവർ പലവരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ചിലവർ പറയും ഇതൊരു എന്തോ ഒരു സംഭവമാണിത്, ഇതെന്തോ ഒരു നാഗശാപം പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ അറിവിൽ ഒരു കണിയാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു അഗ്രഗണ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിനൊന്ന് വിളിക്കാം, എന്നിട്ട് ഇതിൻ്റെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ നോക്കാം. കാര്യം എന്തായാലും പല വൈദ്യശാസ്ത്രങ്ങളും നോക്കി, പല സൊല്യൂഷൻസും നോക്കി നടക്കുന്നില്ല. അപ്പോൾ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞ് അയാളെ വിളിച്ച് വരുത്തി. അപ്പോൾ അയാൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും അയാൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അയാൾ പറഞ്ഞിങ്ങനെ ഇതേമാതിരി ഇയാൾ ഒരു രാത്രി ഇന്നമാതിരി ഒരു വ്യാന്തർത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട്, അത് ചെന്ന് വീണത് ഒരു സാധാരണ നാഗത്തിൻ്റെ പുറത്തല്ല. അപ്പോൾ അതിൻ്റെ ഒരു നാഗശാപമാണ് പുള്ളിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും മാറില്ല, മരണം വരെ ഇത് മാറില്ല എന്ന് പറഞ്ഞു. എന്ത് നിങ്ങൾ ചെയ്താലും മാറില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ അസുഖം മാറിയില്ല. പുള്ളി മരണകാലം വരെ ഒരു മുറിക്കകത്ത് പുള്ളിനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അടിയിൽ കൂടി അല്ലെങ്കിൽ ജനലിൽ കൂടി ഭക്ഷണം കൊടുക്കും, അവിടെ കഴിച്ച് പുള്ളി ആ മുറിയിൽ തന്നെ പുള്ളിയുടെ ജീവിതം ഒടുങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ട്രാജഡി സ്റ്റോറിയാണ് ഇതിൽ സംഭവിച്ചത്. അപ്പോൾ ഇത് ചെറിയ ഒരു സംഭവം സംഭവിച്ചതാണിത്, ചെറുതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഒരു പാമ്പിനെ കൊല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഏത് പാമ്പുമായിട്ടാണ് കളിക്കണമെന്നൊന്നും നിങ്ങൾക്കറിയില്ല. ഇതിൽ പല കാര്യങ്ങളും ഉണ്ട്. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഇപ്പം തന്നെ നമ്മളിത് പറയുമ്പോഴത്തേക്കും പലർക്കും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ എന്താ ശാസ്ത്രീയമായിട്ട് തെളിവെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർക്കും ഒരു സംശയമൊക്കെ തോന്നാം. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്, അത് എല്ലാവരോടും പറഞ്ഞാൽ മനസ്സിലായൊന്നുമില്ല. അതൊക്കെ അതിനെക്കുറിച്ച് അറിവുള്ളതും അനുഭവമുള്ളതുമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ട്, അത് തീർച്ചയാണ്, അത് ഞാൻ ഗ്യാരണ്ടി തന്നേക്കാം നിങ്ങൾക്ക്. കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ പാമ്പിൻ്റെ കാര്യത്തിൽ അതൊരു സത്യമുള്ള മൃഗമാണ് ആ സംഭവം. അപ്പോൾ നിങ്ങൾ പാമ്പുമായിട്ടൊക്കെ കളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കുക. ഇങ്ങനെ ഓടി ചാടി കയറി തല്ലിക്കൊല്ലാനും പാമ്പിനെ പിടിക്കാനും ഒക്കെ ഒന്നും ചാടി കയറി നിങ്ങൾ ആ പണിക്ക് നിൽക്കാതിരിക്കുക. കാര്യം അത് വളരെ വളരെ ഡേഞ്ചറാണ്. നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഏത് ശക്തിയുമായിട്ടാണ് കളിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊരു ഭയഭക്തി ബഹുമാനം വെച്ച് നിങ്ങൾ അത് ചെയ്യുക. ഈ ബാബ സുരേഷൊക്കെ ആയാലും ഈ പാമ്പിനെ പിടിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുമാതിരി ചാടി കയറി കരിമ്പത്തോട്ടത്തിൽ ആന കയറിയ പോലെ ഒന്നും അല്ല. പുള്ളിയുടെ ഒരു രീതിയുണ്ട്, അതാണ് പുള്ളിയുടെ ഒരു കഴിവെന്ന് പറഞ്ഞത്. പുള്ളിക്ക് അത് അറിയാം, പുള്ളിക്ക് അതിന് ഏക്കൽ അത് ചെയ്യണമെന്നൊക്കെ അറിയാം. പാമ്പും അതിനെ ഇണങ്ങിയൊക്കെ നിൽക്കും. പക്ഷെ പുള്ളിയുടെ ഒരു അശ്രദ്ധ കൊണ്ട് പുള്ളിക്ക് പല കുഴപ്പങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അത്രയും ശ്രദ്ധിച്ച് അത്രയും ഭയഭക്തി ബഹുമാനത്തോട് ചെയ്യുന്ന വ്യക്തിക്കും പണി കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങൾ ആ കാര്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കണ്ടവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല അവരവരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ലാഘവമായിട്ടൊക്കെ എടുത്തൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വളരെ വലിയ പണികൾ കിട്ടും സ്പോട്ടിൽ തന്നെ. ഇനിയിപ്പോൾ സ്പോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം തീരാത്ത പണികൾ നിങ്ങൾക്ക് കിട്ടും. പാമ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, പാമ്പിൻ്റെ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഒന്നും അധികം ആരും പറയാത്ത കാര്യങ്ങളാണ്. അത് കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു, അത് പറയണമെന്ന് തോന്നി. കോമഡി, അതൊക്കെ എൻജോയ് ചെയ്യാൻ ഞാനും എൻജോയ് ചെയ്തു. പക്ഷേ അതിൻ്റെ പിന്നിൽ പല ട്രാജഡി സ്റ്റോറികളും ഉണ്ട്. ഇത് അങ്ങനെ ട്രാജഡി സ്റ്റോറിയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടേക്ക് കെയർ.